ഇപ്പൊ മാറിക്കോ, ഇപ്പൊ മാറാതെ രക്ഷയില്ല. സോ ഈ ചവി രജാവത്ത് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. ഇക്കിഗായുടെ ഏറ്റവും ആദ്യത്തെ, എനിക്കിഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാം, എനിക്കിഷ്ടമുള്ളത് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് അടിപൊളിയാക്കുമ്പോഴാണ്, അവരെ ഹാപ്പി ആക്കുമ്പോഴാണ്, അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുമ്പോഴാണ് ഇക്കിഗായുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ഇക്കിഗായിൽ വെൻ യു ഹാവ് ഡിസൈഡഡ് അബൌട്ട് എ പ്രൊഫഷൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുക. ശരിയല്ലേ? ശരിയല്ലേ? ട്രെയിനർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിനർ ആവാൻ ശ്രമിക്കണം. അല്ലാണ്ട് എന്താ കാര്യമുള്ളത്? അല്ലാണ്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല ട്രെയിനറായിട്ട് കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ജില്ലയിലെ, ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ, ഈ ലോകത്തെ ഏറ്റവും നല്ല ട്രെയിനർ ആവാൻ സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവിടെയാ മാറ്റം വരുന്നേ. അപ്പൊ നിങ്ങളൊരു തയ്യൽക്കാരനാണെങ്കിൽ ഏറ്റവും നല്ല തയ്യൽക്കാരനായി നോക്കിയേ. നിങ്ങളൊരു ഡ്രൈവർ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല ഡ്രൈവറായി നോക്കിയേ. ലോകത്തിലെ ഏറ്റവും നല്ല ഡ്രൈവർ ആരായിരിക്കും? ഏതെങ്കിലും ഒരു ഫോർമുല 1 കാർ ഓടിക്കുന്ന ചേട്ടനായിരിക്കും. ഫോർമുല 1 കാർ ഓടിക്കുന്ന ഒരാളുടെ വരുമാനം എത്രയാ? ഒരു ദിവസം കോടികളാ, ഒരു ദിവസം കോടികളാ. അപ്പൊ ഡ്രൈവറാ? ഓ ഡ്രൈവറാ പുച്ഛോ. നമ്മളെക്കാളൊക്കെ വലിയ വെൽത്തുള്ള മനുഷ്യനായി മാറും എങ്ങനെയാണെങ്കിൽ when you are the best driver. ഏറ്റവും ബെസ്റ്റ് ആവുമ്പോ, ഞാൻ പറയുന്നത് ഒരു പ്രൊഫഷനും മോശമല്ല when you are the best. പക്ഷെ ബെസ്റ്റ് ആവാൻ ശ്രമിക്കണം. എങ്ങനെയാ? അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കും, പുതിയ കാര്യങ്ങൾ പഠിക്ക്, ചോദിച്ച് മനസ്സിലാക്ക്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുമായി ഇന്ററാക്ട് ചെയ്യേ. ഇഫ് യു വാണ്ട് ടു ബി എ ട്രെയിനർ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രെയിനേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യും. അവരെന്താ ചെയ്യണം നോക്ക്. നിങ്ങൾ ഏറ്റവും നല്ല ഡിസൈനർ ആവണമെങ്കിൽ ഏറ്റവും നല്ല ഡിസൈനേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യ്. നേരത്തെ പറഞ്ഞ പോലെ മണ്ടന്മാരുമായി ഇന്ററാക്ട് ചെയ്താൽ മണ്ടനാവേ ഉള്ളൂ, ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ എന്താ ഉണ്ടാവേണ്ടത്? നമുക്ക് ബെറ്റർ ആവണമെങ്കിൽ ബെറ്റർ ആയ ആളുകളുമായിട്ട് കൂടിച്ചേരണം, ഇന്ററാക്ട് ചെയ്യണം. സോ ചവി രജാവത്ത് തീരുമാനിച്ചു, ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ MNCയിലെ ജോലി വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി, ഞാൻ എൻ്റെ വില്ലേജിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്നു. അങ്ങനെ യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാതെ ചവി രജാവത്ത് അവിടെ മത്സരിക്കുകയാണ്. ആൻഡ് ഷീ ഗോട്ട് ഇലക്റ്റഡായി. ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട്, ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ് ഇലക്റ്റഡ് ആവുന്നേ. അപ്പോൾ പല ആൾക്കാർക്കും അയ്യോ, ഒരു പഞ്ചായത്ത് മെമ്പറായി ഇലക്റ്റഡ് ആയി കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് ഒരു പ്രധാനമന്ത്രിയെങ്കിലും ആവണ്ടേ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഉദാഹരണമായിട്ട് ചവി രജാവത്ത് കേരളത്തിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു തവണ കില വന്നിരുന്നു ചവി രജാവത്തിനെ. കഴിഞ്ഞ തവണ മാതൃഭൂമിയുടെ എന്ന് പറയുന്ന ഫെസ്റ്റിവലിൽ ഇവർ വന്നിരുന്നു. ഈ വർഷം വന്നിരുന്നു. അപ്പൊ ചവി എന്താ ചെയ്തത്? ചവി യൂസ്ഡ് ഹർ നോളജ്. ഷീ വാസ് വെരി ഗുഡ് അറ്റ് ലാംഗ്വേജ്. നന്നായി സംസാരിക്കും, നന്നായി ഹിന്ദി സംസാരിക്കും, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. പുള്ളിക്കാരിക്ക് അറിയാം എന്തൊക്കെ മാർഗത്തിൽ ഫണ്ട് കണ്ടെത്താം എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. യുണൈറ്റഡ് നേഷൻസിൽ പുള്ളിക്കാരിയുടെ കൊളീഗ്സ് ഉണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് എന്തൊക്കെ സ്കീംസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. പാവപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഒരു പ്രൊജക്ട് എങ്ങനെ തയ്യാറാക്കണമെന്നും ആ പ്രൊജക്ട് എങ്ങനെ ആളുകളെ ധരിപ്പിക്കണമെന്നും അറിയാം. അപ്പൊ നോക്കി എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പകർച്ചവ്യാധി പിടിപെട്ടുകൊണ്ട് സോഡ എന്ന് പറയുന്ന വില്ലേജിലെ ഏകദേശം 1000-ഓളം ആളുകൾ മുൻപത്തെ വർഷം മരിച്ചുപോയി. 1000-ഓളം ആളുകൾ പകർച്ചവ്യാധി പിടിപെട്ടുകൊണ്ട്. എങ്ങനെയാ പെട്ടെന്ന് പകർച്ചവ്യാധി വരുന്നത്? ഇവർ നോക്കിയപ്പോ രാജസ്ഥാൻ നമുക്കറിയാവുന്ന പോലെ തന്നെ വെള്ളത്തിന് വലിയ ദൗർലഭ്യമുള്ള സ്ഥലമാണ്. വലിയ ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാനായിട്ട്. നോക്കിയപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം, മലീമസമായ വെള്ളം, പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചിട്ടാണ് ഈ പകർച്ചവ്യാധി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവർക്ക് മനസ്സിലായി വെള്ളം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാ. അവർ ഒരു കാര്യം തീരുമാനിച്ചു. കുറെ അകലെ ഇവരുടെ പഞ്ചായത്തിലല്ലാതെ മറ്റൊരു പഞ്ചായത്തിൽ കൂടി ഒഴുകുന്ന ഒരു വലിയ കനാൽ ഉണ്ടായിരുന്നു. ആ കനാലിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കൈവഴി വെട്ടാനുള്ള ഒരു പ്രൊജക്ട് ഇവർ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ആക്ച്വലി മഴ പെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള മഴവെള്ള സംഭരണികൾ കൃത്യമായിരുന്നില്ല. മഴവെള്ള സംഭരണികൾ ഓരോ വീട്ടിലും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്ത് അവരത് ഇംപ്ലിമെന്റ് ചെയ്തു. നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ 2 വർഷം കൊണ്ട് അവരുടെ ജലത്തിന്റെ ദൗർലഭ്യം എന്ന് പറയുന്ന സാധനം അവർ ഇല്ലാതാക്കി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും ആദ്യത്തെ കാര്യം. ജല ദൗർലഭ്യം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സോഡ വില്ലേജിൽ ഇല്ലാതായി. ഒപ്പം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ബെറ്ററാക്കി, ആക്സസിബിലിറ്റി കൂട്ടി. ഒപ്പം തന്നെ ഏറ്റവും വലിയ മാറ്റം എപ്പോഴും ഉണ്ടാവുന്നത് എവിടെയാ? എഡ്യൂക്കേഷനിലാ. എപ്പോഴാണോ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത് അത് വെളിച്ചം വീശുന്നു നമ്മുടെ ചിന്തകളിലേക്ക്.
അവർക്ക് എക്സ്പോഷർ കിട്ടി. അവിടെയുള്ള ആളുകൾ പഠിക്കാൻ ആരംഭിച്ചു. എങ്ങനെയാണ് സ്വന്തം കാലിൽ നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കി, എങ്ങനെ ഒരു സംരംഭം തുടങ്ങാമെന്ന് മനസ്സിലാക്കി, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഉറപ്പിച്ചു. യെസ്, സവീർ രജാവത്ത് അവിടുത്തെ മൊത്തത്തിലുള്ള ഛായ തന്നെ മാറ്റുകയായിരുന്നു. സോ ഇതിനെ ഞാൻ പറയുന്നത് വിസ്ഡം എന്നും ലീഡർഷിപ്പ് എന്നും ഒരുമിച്ച് വിളിക്കാം. എപ്പോഴാണോ നമ്മൾ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണം മാറുന്നത്, then you can be called as a leader. അപ്പോഴല്ലേ നമ്മൾ ലീഡർ ആവുന്നേ. അറ്റ്ലീസ്റ്റ് വീട്ടില് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയെങ്കിലും കാര്യത്തില് അവർക്കൊരു ബെറ്റർമെന്റ്, അവർക്കൊരു ബെറ്റർ ലൈഫ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെറുതെ ഒന്ന് ആലോചിച്ചേ. സ്വന്തം വീട്ടില് സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരല്പമെങ്കിലും ലൈഫിലെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിക്കാൻ നമ്മളുടെ ഇടപെടൽ കൊണ്ട് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ we can call you an influencer, we can call you a leader. നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടിലെ കാര്യം ആലോചിച്ചു. ഞാൻ നാട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. വീട്ടിലെ അച്ഛൻ, അമ്മ, ഏറ്റവും അടുത്ത നമ്മളുടെ അനുജനാവാം, ജ്യേഷ്ഠനാവാം, അനുജത്തിയാവാം, മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, ആരുമാകട്ടെ, നമ്മളുടെ സഹവാസം കൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? വെറുതെ ആലോചിച്ചു നോക്ക്. നമ്മളുടെ സഹവാസം കൊണ്ട് ഇവർക്ക് ആർക്കും മെച്ചമില്ലെങ്കിൽ, ഒരു വാല്യൂവും നിങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ, അവർ സത്യം പറഞ്ഞ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവില്ലേ, ഇയാളെ കൊണ്ട് എന്ത് കാര്യം? സീരിയസ്ലി, ജസ്റ്റ് ട്രൈ ടു പ്രൊവൈഡ് വാല്യൂ ടു അതേഴ്സ്. ജീവിച്ചിരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മൂല്യം കൊടുക്കണമെന്ന് ഉറപ്പിക്കുക. ഇന്നു മുതൽ ഉറപ്പിക്കൂ. നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോ എന്തെങ്കിലും ഒരു എനർജി എങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വേൾഡ്. ഞാൻ പുതിയ റാങ്കിങ് നോക്കി, വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 2022 ഇന്ത്യയുടെ റാങ്ക് ഹാപ്പിനെസിന്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ റാങ്ക് 126. ഞാൻ വിചാരിച്ചു കൂടി, 142 മുമ്പ്, 126 മെച്ചപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ എന്താ, ആകെ 136 രാജ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇത്തവണ ആകെ 136 രാജ്യങ്ങളിൽ സർവേ നടത്തിയിട്ടുള്ളൂ. അതിൽ 126 നമ്മൾ. എന്താ കാര്യം? ഒരു കാര്യമില്ല. അതന്നെ, ഒരു കാര്യമില്ല നമ്മളെ കൊണ്ട്. നമ്മളുടെ ടൗണിൽ ഒന്ന് ഇറങ്ങി നോക്കിയാ എന്തിന് ഇത്തരത്തിലുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വേദിയിൽ ഇരിക്കപ്പോൾ പോലും മനസ്സിനകത്ത്, മുഖത്ത് ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്ത് കഷ്ടമാണ് നമ്മളുടെ കാര്യം. കാരണം എന്താ, ഇങ്ങനെ പിടിക്കുമ്പോഴേ, ഇങ്ങനെ പിടിക്കുമ്പോഴല്ലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടേക്ക് എക്സ്പാൻഡഡ് ആവും. ശരിയല്ലേ? എക്സ്പാൻഡഡ് ആവില്ലേ? എപ്പോഴാണോ നിങ്ങളുടെ ഈ ഭാഗം എക്സ്പാൻഡഡ് ആവുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് 1-2 ഹോർമോൺസ് കിട്ടുന്നത്. ഡോപ്പമൈൻ, സിറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് ഇവിടെ സ്ട്രെച്ച് ആവുമ്പോഴാണ് ഇജക്റ്റഡ് ആവുന്നത്. നിങ്ങൾ ചിരിക്കാൻ മറന്നു പോകുമ്പോൾ യു മിസ് ദാറ്റ് ഹോർമോൺസ്. നിങ്ങൾ ആ ഹോർമോൺസ് മിസ്സാവുന്നുണ്ട്. കംപ്ലീറ്റ് സ്ട്രെസ്സാണ്. പിന്നെ ആരെ കണ്ടാലും അലമ്പാണ്, ആരെ കണ്ടാലും അസൂയ, വിഷമം, ബുദ്ധിമുട്ട്, അവനെ ചൊറിയാനുള്ളൊരു ടെൻഡൻസി, ഇതാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി. വൈ? ബിക്കോസ് വി നെവർ സ്മൈൽ. നമ്മൾ ചിരിക്കാറില്ല. ദാറ്റ് ഈസ് ദ റീസൺ. ബേസിക് റീസണാ. നമ്മുടെ റാങ്കിങ് എന്തുകൊണ്ട് താഴേക്ക് പോയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മൾ ചിരിക്കാറില്ല എന്നുള്ളതാണ് ഉത്തരം. സ്റ്റാർട്ട് സ്മൈലിംഗ്. 2024 സ്മൈലിംഗ് ഒരു ശീലമാക്ക്. ചിരിക്ക്. എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ കേട്ടിട്ട് വരണേ? സാധാരണ ആൾക്കാരൊക്കെ ബ്ലാക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഈ കളറൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഉപയോഗിക്കണ്ടേ? ഇത്ര അധികം കളർ ഈ ലോകത്തുണ്ടായിട്ട് നമ്മളിത് ഉപയോഗിച്ചില്ലെങ്കിൽ പോണ വഴിക്ക് ചോദിക്കില്ലേ, മറ്റാ കളറൊക്കെ നീ എന്ത് ചെയ്തു? യൂസ് ഇറ്റ്, യൂസ് ദ റിസോഴ്സസ്. നിങ്ങളെല്ലാ റിസോഴ്സസും യൂസ് ചെയ്യുന്നേ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നേ. നിങ്ങൾ എന്തിനാ മറ്റാൾ എന്ത് ചിന്തിക്കും എന്ന് എന്നോട്, ഞാൻ വരുന്ന വഴിക്ക് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഈ ഫോട്ടോ വിട്ടിരിക്കണത് അയച്ചു, എടാ നീ ഇതാണ് ഇടുന്നത് എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ പ്രശ്നം അതാണ്. അവൻ എന്ത് വിചാരിക്കും, മറ്റേയാൾ എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും?
പോയി പണി നോക്കാൻ പറ. യു ഡിസൈഡ് യുവർ ഫേറ്റ്. നിങ്ങളുടെ ഡെസ്റ്റിനി തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും അടങ്കോലിടാൻ വരികയാണെങ്കിലേ നൈസായിട്ട് മാറിന്നോ. അതല്ല വേണ്ടേ? അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നേ. അപ്പൊ ഇന്ത്യയുടെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു വന്നേ. ഈ പറഞ്ഞ പോലെ ഞാൻ പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഒരു 5-8 വർഷമായിട്ടുണ്ടാവും. ഒരു കല്യാണത്തിന് ഞാൻ പോയി. കല്യാണത്തിന് പോയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി അകലെ തന്നെ വിളിച്ചു, രഞ്ജിത്തല്ലേ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, യെസ് രഞ്ജിത്ത്. എല്ലാവർക്കും എന്നെ മനസ്സിലായി തുടങ്ങി, സെലിബ്രിറ്റി ആയി എന്നുള്ള സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കാണ്, വരട്ടെ എന്നുണ്ട്. അപ്പൊ ചേച്ചി അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാന് നിന്റെ ഒരു അകന്ന ബന്ധുവാണ്. ഓ ശരി. അപ്പനെ പോയി. അപ്പൊ ഞാൻ ഓക്കെ. എന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, അവരെന്നോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയേ? ആകെ കറുത്തു പോയില്ലോ, മുടിയൊക്കെ പോയില്ലോ. എൻ്റെ 6 മാസത്തേക്കുള്ള മോട്ടിവേഷനാ പോയി. എന്തൊരവസ്ഥയാണല്ലേ. നമ്മുടെ നാട്ടിൽ കുശലം ചോദിക്കുന്ന ഡയലോഗുകളാണിത്. നമ്മൾ ഒരാളെ കാണുമ്പോഴേ ഏറ്റവും ആദ്യം എന്താ പറ്റിയ, ക്ഷീണിച്ചുല്ലോ, ഇതാണോ നമ്മൾ ചോദിക്കേണ്ടത്? എത്ര നല്ല കാര്യങ്ങൾ പറയാനുണ്ട്, എന്തൊക്കെ നല്ല കാര്യങ്ങൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ മനുഷ്യൻ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. Let me tell you, നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്, മറ്റൊരാളുടെ മനസ്സിലേക്ക് ചേക്കേറുന്നത് എപ്പോഴാണ്? അയാളുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുന്നത് എപ്പോഴാണോ, അയാളുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് റീഇൻഫോഴ്സ് ചെയ്യുന്നത്, അപ്പോഴാണ് അയാളുടെ മനസ്സിലേക്ക് നിങ്ങൾ പടിവെച്ച് കയറുന്നത്. അല്ലാണ്ട് അയാളുടെ മോശം കാര്യത്തിൽ ഇങ്ങനെ ഞോണ്ടിട്ടല്ല അല്ലേ? അപ്പോ ഒന്നുറപ്പിച്ചോളൂ, ഷവി രജാവത്ത് യൂസ്ഡ് ഹർ വിസ്ഡം ഫോർ ദ ലീഡർഷിപ്പ്. അപ്പോൾ വിസ്ഡം, ലീഡർഷിപ്പ് എന്നുള്ള വാക്കുകളൊക്കെ എപ്പോഴാണ് ശരിക്കും ഉപയോഗിക്കുന്നത്? എപ്പോഴാണോ നമ്മളുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങുന്നത്, അവർക്കൊരു വാല്യൂ കൊടുക്കുന്നത്, അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? മാറ്റമുണ്ടാകുന്നത്. ഇക്കിഗായിലത്തെ 3ാമത്തെ സ്റ്റെപ്പും അത് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇഷ്ടമുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുന്നത് ഇഷ്ടപ്പെടുക. 2ാമത്തെ അതിനകത്ത് ബെസ്റ്റ് ആവുക. 3ാമത്തെ പ്രൊവൈഡ് വാല്യൂ ടു അതേഴ്സ്, ചുറ്റുപാടുമുള്ളവർക്ക് വാല്യൂ കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ട്രെയിനിങ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നേരം ട്രെയിൻ ചെയ്താലും ഞാൻ സമയം നോക്കാറില്ല, വാച്ചും കെട്ടിയിട്ടില്ല. എനിക്കറിയില്ല സമയം എത്രയാവുമെന്ന്. എപ്പോഴാണോ ഞാൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്, എപ്പോഴാണോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പോഴേ നിർത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് അവസ്ഥ. ഭീകരമായ അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ എന്താ? ട്രൈ ടു ബി ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്കകത്ത് ബെസ്റ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് 12 വർഷം മുമ്പ് പഠിച്ച അതേ ഡയലോഗ് തന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ല, ഇയാൾ എന്താണ് ഒരു അപ്ഡേഷനും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കും. ഒരാൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പൊ എന്തുണ്ടാവണം? ഏറ്റവും പുതിയ കാര്യം പോലും ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. 3ാമത്തെ എന്താ? 3ാമത്തെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുപാട് ഇപ്പൊ നിങ്ങളാ ഉള്ളത്. ഈ കേട്ടിരിക്കുന്ന 1.5-2 മണിക്കൂർ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വേസ്റ്റ് ആയെന്ന് തോന്നാൻ പാടില്ല. കഴിഞ്ഞു പോകുന്ന സമയത്ത് ഓക്കെ, പുള്ളി ആ പറഞ്ഞ സാധനം ഭയങ്കര പഞ്ചായിരുന്നു കേട്ടോ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ സ്പാർക്ക് കിട്ടി കേട്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ ഏറ്റവും ഹാപ്പിയാണ്. അപ്പൊ എന്താ? ഞാൻ വാല്യൂ തരുന്നു. ഐ പ്രൊവൈഡ് വാല്യൂ. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്താൽ മാത്രം മതി. എന്തുണ്ടാവും? 4ാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും. And the 4th step is you will become rich automatically. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വെൽത്തി ആവും. റിച്ച് എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമല്ല, സന്തോഷം കൊണ്ട്, ബന്ധങ്ങൾ കൊണ്ട് ഓട്ടോമാറ്റിക്കലി പൈസ വരുമല്ലോ. കാരണം എന്താ? ആളുകൾ കൂടുതൽ വിളിക്കില്ലേ, വാല്യൂ കൊടുക്കില്ലേ? നിങ്ങൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ കേട്ടോ, നിങ്ങളുടെ പ്രൊഫഷനെ കമ്പയർ ചെയ്തോ, നിങ്ങളുടെ പ്രൊഫഷൻ എടുത്ത് നോക്കിക്കോ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഷവി രജാവത്ത് വലിയ ഒരു എക്സാമ്പിളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളുടെ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വലിയ സ്ട്രോങ് ആയി ഒരു ലീഡർഷിപ്പിന്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ, ഒരു ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുണ്ടാവുകയാണെങ്കിൽ, ഇനീഷ്യേറ്റീവ് കൂടി ഞാനൊന്ന് പറയാം. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്പോൾ ഓൺട്രപ്രണേഴ്സ് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ ഇല്ലാത്തത്? കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരിക, അതായത് സംരംഭകത്വത്തിലേക്ക് വരിക. എന്തുകൊണ്ടാ? ബിക്കോസ് വി നെവർ ഹാവ് ഇനീഷ്യേറ്റീവ്. കാരണം എന്താ? നമ്മൾ കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോൺ
വാട്ട് ഈസ് കംഫർട്ട് സോൺ? കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന സോൺ, നല്ല സുഖമുണ്ട്. ഇനി മറണ്ട കാര്യമില്ലല്ലോ, ഞാനിപ്പോൾ നല്ല സുഖത്തിലിരിക്കുകയാണല്ലോ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണല്ലോ. നമുക്കിനിയിപ്പോൾ ജോലിക്ക് പോയില്ല, പണിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കിറ്റൊക്കെ കിട്ടും, നമുക്ക് അങ്ങനെ ജീവിക്കാം. നമുക്ക് സീരിയസ്ലി കേരളത്തിൽ പണിക്ക് പോയില്ലെങ്കിലൊക്കെ ജീവിക്കാൻ പറ്റും. 2 തേങ്ങയൊക്കെ എടുത്ത് അതൊക്കെ എടുത്ത് വിറ്റ്, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്, നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കണം. കേരളത്തിൽ മാത്രമല്ല, മറ്റുള്ള വെറുതെ തമിഴ്നാട്ടിലേക്കൊന്ന് പോയി നോക്ക്. തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാം 10-15 കിലോമീറ്ററുകൾ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ വീട് പോലും കാണാൻ പറ്റില്ല. ചിലപ്പോൾ കൃഷിയിടങ്ങളായിരിക്കും, തരിശു നിലങ്ങളായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താ, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുള്ളത് കൊണ്ട് ദേ ട്രൈ ടു ബിക്കം സംതിങ്. എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്നത്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. എപ്പോഴാണോ ആവശ്യമുണ്ടാകുന്നത് അപ്പോൾ ഇൻവെൻഷൻ ഉണ്ടാകുന്നു, അപ്പോൾ കണ്ടുപിടുത്തം ഉണ്ടാകുന്നു. എപ്പോഴാണ് ആവശ്യം ഉണ്ടാകുന്നത്? ഇപ്പൊ ടൊയോട്ടയുടെ ഫാക്ടറിയിൽ ഞാൻ പോയെന്ന് പറഞ്ഞു. ടൊയോട്ട ആദ്യം ഉണ്ടാക്കിയ എന്താണെന്നറിയാമോ? ടൊയോട്ട ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എനിബഡി? ടൊയോട്ട ആദ്യം ഉണ്ടാക്കിയ സാധനം എന്താണെന്നറിയാമോ? അവരുടെ ഏറ്റവും ആദ്യത്തെ ബിസിനസ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഏറ്റവും ആദ്യത്തെ ബിസിനസ് നെയ്ത്ത് യന്ത്രമായിരുന്നു. നെയ്ത്ത് തറി, ഓട്ടോമാറ്റിക് ലൂം. വൈ? കാരണം ഈ മനുഷ്യന്റെ അമ്മ ഒരു നെയ്ത്തുകാരിയായിരുന്നു. ടൊയോട്ടയുടെ അമ്മ ഒരു നെയ്ത്തുകാരിയാ. അപ്പൊ എല്ലാ ദിവസവും ഈ ഊടും പാവും എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഴയ സാധനം ഇങ്ങനെ എടുത്ത് മാറ്റണം. ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് മാറ്റി എളുപ്പല്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കുമ്പോ അമ്മ കഷ്ടപ്പെടുകയാണ്. കാലത്ത് മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്ന അമ്മ. അയാൾക്ക് വിഷമം തോന്നി. എന്റെ അമ്മയുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം അയാളെ റിസർച്ചിലേക്ക് നയിച്ചു. അയാളൊരു ഇനീഷ്യേറ്റീവ് എടുത്തു. അയാൾ പഠിച്ചു, തറികളെ കുറിച്ച് പഠിച്ചു. അതിലൊരു മെക്കനൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തു. ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് മെക്കനൈസേഷൻ, ആൻഡ് വിച്ച് ഈസ് കോൾഡ് ദ പവർ ലൂം. ഹി ഇൻവെന്റഡ് പവർ ലൂം. പവർ ലൂം ഇൻവെന്റ് ചെയ്തു. പവർ ലൂം ഒരു ബിസിനസ് ആക്കി മാറ്റി. ടൊയോട്ടയുടെ ആദ്യത്തെ ബിസിനസ് പവർ ലൂം ആയിരുന്നു. അതിൽ നിന്നാണ് തിരിയുന്ന ചക്രങ്ങൾ ഇൻസ്പയർഡ് ആയിട്ട് പിന്നീട് ഓട്ടോമൊബൈലിലേക്ക് ആ മനുഷ്യൻ വരുന്നത്. സോ ടൊയോട്ട വരുന്നത് എവിടെന്നാ? ഒരു നെസസിറ്റിയിൽ നിന്നാ. ഒരാവശ്യം നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക, അതിനു വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് വർക്ക്ഔട്ട് ചെയ്യുക. 2024 നിങ്ങൾ ചാർട്ട് ചെയ്തോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ചാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഡിസൈനർ റൂട്ട് മാപ്പ്. ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകണമെങ്കിലേ ആദ്യം തീരുമാനിക്കേണ്ടത് ബാംഗ്ലൂർ പോകണമെന്നുള്ള തീരുമാനമാണ്, അല്ലേ? ശരിയാണോ? ബാംഗ്ലൂർ എത്തണമെന്ന് നിങ്ങൾ തീരുമാനിക്കണ്ടേ? എന്നാലല്ലേ ബാംഗ്ലൂർ എത്തൂ. ഓട്ടോമാറ്റിക്കലി ബാംഗ്ലൂർക്ക് കാറ്റടിച്ചിട്ട് പോവും നമ്മൾ? ഇല്ല. ബാംഗ്ലൂർക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിനെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ ഇന്ന് തന്നെ. കാരണം എന്താ? നമ്മുടെ മെയിൻ പരിപാടി പ്രോക്രാസ്റ്റിനേഷൻ ആണ്. നാളെ ആവാലോ, കുഴപ്പമില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ കുഴപ്പമില്ല. അല്ല, 1-ാം തീയതി ആയിട്ടില്ലല്ലോ, 1-ാം തീയതി കഴിഞ്ഞിട്ട് തീരുമാനിച്ചാലോ? നമ്മുടെ സ്ഥിരം ഡയലോഗാണ്. കാരണം എന്താണ്? കാരണം പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ മെയിൻ പരിപാടിയാ. പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. വേറെ ഒന്നല്ല, 1 2 3 4 5 അപ്പനെ ചെയ്യാ. ഇതാണ് 5 സെക്കൻഡ് റൂള്. വലിയ റോക്കറ്റ് സയൻസ് പരിപാടിയൊന്നല്ല. നമ്മൾ ഇനിയെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ, അടുത്തതിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യം ജിമ്മിൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. കാരണം എന്താ വെച്ചാൽ 1-ാം തീയതി വരികയാണ്. എല്ലാ 1-ാം തീയതി നമ്മൾ തീരുമാനിക്കുന്നതാണ് ജിമ്മിൽ പോകണം, ഇത്തവണ ഞാൻ എന്തായാലും വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ തീരുമാനിക്കുന്ന ഉടനെ തന്നെ ഒരാൾ നമ്മളുടെ മുന്നിലേക്ക് വരും. ആരാണ്? ജിമ്മിന്റെ ഓണറാണോ? അല്ല, നമ്മുടെ ബ്രെയിൻ നമ്മുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് പറയും, വെറുതെ വേണ്ട, മെനക്കെട് പരിപാടിയാണ്. നമ്മുടെ ബ്രെയിൻ നമ്മളോട്. അപ്പൊ നമ്മള് അങ്ങനൊന്നുമില്ല, ഇത്തവണ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്, എന്തായാലും പോട്ടെ. നമ്മുടെ ബ്രെയിനോട് നമ്മൾ പറയാണ്, ഇത്തവണ ഞാൻ കലക്കും. അപ്പൊ ബ്രെയിനിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ കണ്ടണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു?
അപ്പോൾ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാലേ ജിമ്മിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഇൻസൾട്ടൊക്കെ ആയിട്ടായിരിക്കും. കാരണം കുറേ കാലമായിട്ട് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയണ്ട ആ വയറിന്ന് കുറച്ച് വിടറ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ ജിമ്മിലേക്ക് പോകുന്നുണ്ടാവുക. എല്ലാവരും വയറിലേക്കൊക്കെ നോക്കണ്ടല്ലോ. അതെ. അപ്പൊ ഇത് കുറയ്ക്കാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അങ്ങോട്ട് പോകും. മിക്കവാറും ജിമ്മുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1ാം നിലയിലോ അല്ലെങ്കിൽ 2ാം നിലയിലോ ആയിരിക്കും ഈ സാധനം. അവിടം വരെ കയറാന്നുള്ള തന്നെ വൻ ചടങ്ങാണ്. അപ്പൊ നമ്മൾ അതിന്റെ മുകളിലേക്ക് കയറി. ഇപ്പോഴത്തെ ജിമ്മുകൾക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം, എൻ്റെ വീടിനടുത്തൊരു ജിം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പോവാം, വേണമെങ്കിൽ കടന്നുറങ്ങാം, വേണമെങ്കിൽ തിരിച്ചു വരാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇപ്പൊ അങ്ങനെയല്ല. ചൂരലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഇൻസ്ട്രക്ടർമാരുണ്ട്. മര്യാദയ്ക്ക് സൈക്കിൾ ചവിട്ടറാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ നിർത്തി പോന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ 3 മണിക്കൂർ ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് വീണ്ടും ബ്രെയിൻ വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നല്ല ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം, ഇത് നമ്മൾ ബ്രെയിനോട് പറയും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം. കാലത്ത് 5 മണിക്ക് എന്താണ് പോകുന്നത് ജിമ്മില്. 5 മണിക്ക് അലാമൊക്കെ വെച്ചിട്ട് അലാമൊക്കെ അടിച്ച് പെട്ടെന്ന് എനിക്ക് പോവാണ് നമ്മള്. അങ്ങനെ 3-4 ദിവസം നമ്മൾ ബ്രെയിനോട് കലഹിച്ചു കൊണ്ടാണ് പോണത്. ബ്രെയിനോട് കലഹിച്ച് 5ാമത്തെ ദിവസം അലാറം അടിക്കുന്ന സമയത്ത് നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അലാറം അടിക്കുമ്പോൾ അലാറത്തിനോട് നമുക്കൊരു ചെറിയ കലിപ്പുണ്ടാവും. അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ബ്രെയിൻ വരും. ബ്രെയിൻ നമ്മളോട് ചോദിക്കും 4 ദിവസം പോയില്ലോ കണ്ടിന്യൂസ്, നല്ല ബോഡി പെയിൻ ഉണ്ടാവും, 1 ദിവസം റെസ്റ്റ് എടുക്കാം, 1 ദിവസം എടുക്കണം അല്ലേ, 1 ദിവസം എടുക്കണം എന്ന് പറയും നമ്മളോട്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ ശരിയാ, ഇവിടെയൊക്കെ നല്ല പെയിൻ ഉണ്ട്, 1 ദിവസം റെസ്റ്റ് എടുത്താൽ പൊളിക്കും. നമ്മളൊരൊറ്റ വലിയാണ് പുതപ്പ്, ആ കിടപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല ഇവര് നമ്മള്. ഇതാണ് സാധനം. അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക്? ആക്ച്വലി എന്താ സംഭവിച്ചെന്താ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കളിയാണ് നമ്മുടെ ജീവിതത്തിലെ. നമ്മളുടെ ബ്രെയിനാണ് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രെയിന് വേറെ 2 ഭാഗങ്ങളുണ്ട്. എന്താണ്? കോൺഷ്യസ് ബ്രെയിൻ ആൻഡ് സബ് കോൺഷ്യസ് ബ്രെയിൻ. കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് ബ്രെയിൻ. കോൺഷ്യസ് ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവൻ പെട്ടെന്ന് മറന്നു പോകും കാര്യങ്ങൾ. കുറച്ച് സാധനം സ്റ്റോർ ചെയ്യണോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചേ? കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചേ? പെട്ടില്ലേ? ദോശയും കടലയും എല്ലാ ദിവസവും തന്നെ. ദോശയും കടലും എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് മാത്രമേ ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ആലോചിച്ച് നമ്മൾ വട്ടം തിരിയും, കിട്ടില്ല. കാരണം എന്താ? അത് കോൺഷ്യസ് ബ്രെയിനിലാണ്. എപ്പോഴാണോ നിങ്ങൾ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും ഇവനിത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് വർക്ക് ചെയ്യണേ, ബാക്കിലേക്ക് കൊടുക്കാം ഒരു പ്രോഗ്രാമായിട്ട്. അപ്പൊ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവുന്നു ഇവൻ ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, ഇതിനൊരു പ്രോഗ്രാമാക്കി ഓട്ടോമാറ്റിക് ആക്കി കളയാം. അങ്ങനെയാണ് സൈക്കിൾ ചവിട്ടുന്ന പരിപാടി ഓട്ടോമാറ്റിക് ആയത്. അങ്ങനെയാണ് ക്ലച്ച് ചവിട്ടുന്നതും ഗിയർ ഇടുന്നതും ഓട്ടോമാറ്റിക് ആയത്. എന്നാലോചിക്കേ, ഇന്നിപ്പോ കാറ് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. എത്ര തവണ ക്ലച്ച് ചവിട്ടിന്ന് ഓർമ്മയുണ്ടാ? ഇല്ലല്ലോ. പക്ഷെ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് കണക്കുണ്ടാവും നമുക്ക്. ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തേ ഞാൻ 4 തവണ ഗിയർ മാറ്റി എന്നൊക്കെ കണക്കുണ്ടാവും. കാരണം നമ്മൾ വലിയ ബുദ്ധിമുട്ടി ഗിയർ മാറ്റുന്നത്. ഇപ്പൊ നമുക്ക് എന്താ? ഇത് ഓട്ടോമാറ്റിക്കാ. So whenever you repeat something, എപ്പോഴാണോ നിങ്ങൾ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യുന്നത്, I bet you it gets automatic. നിങ്ങൾ സ്ഥിരമായി ജിമ്മിൽ പോയി നോക്കി 21 ദിവസം, 21 അല്ല 30 ആക്കിക്കോ, നമുക്ക് 30 വേണ്ടി വരും. മലയാളികൾക്ക് ഒരു 50 ദിവസം കൂടുതൽ വേണം. ഒരു 30 ദിവസം കണ്ടിന്യൂസ് നമ്മൾ പോയി നോക്കിയേ, ഉറപ്പായിട്ടും എന്തായിരിക്കും? അത് ഓട്ടോമാറ്റിക് ആവും. പിന്നെ നിങ്ങൾക്ക് പോയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ജിമ്മിന്റെ കാര്യം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യം 30 ദിവസം ഒന്ന് കട്ടിച്ച് പിടിച്ച് ചെയ്തോ ഓട്ടോമാറ്റിക് ആവും. അവിടെയാണ് ബ്രെയിനിന്റെ കുട്ടൻസ് ഇരിക്കുന്നത്. ഓക്കെ, വെഹിക്കിളെ എയിലേക്ക് പോകാം. എ ഈസ് ഫോർ assertiveness. Assertiveness. If you want to be leader, if you want to sustain your momentum, നമ്മൾ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അടുത്ത വർഷം മുഴുവൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുറപ്പിച്ചോ, നിങ്ങൾ അസർട്ടീവ് ആവണം. അസർട്ടീവ്നെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താ അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ? അസർട്ടീവ് എന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ സീരിയസ് ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യണം, ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് അയാൾക്ക് ഉണ്ടാവണം അസർട്ടീവ്നെസ്സിൽ.
ചെയ്യണമെന്നൊരു ഫീലിംഗ് അയാൾക്കുണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനമാണത്. അപ്പം എന്താ വേണ്ടതിൽ? ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടത് കൃത്യമായിട്ടായിരിക്കണം. അതായത് എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് കൊടുക്കണം. നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയിരിക്കണം. നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. ഇത് സ്റ്റേറ്റ്മെന്റാ. അടുത്ത എന്താ? ഇമോഷനാണ്. നമ്മൾ അവനുമായിട്ടൊരു കണക്ഷനും കൂടി ഇടണം. കണക്ഷൻ, റിലേഷൻ വേണം. അല്ലെങ്കിൽ അലമ്പാവില്ലേ? എന്താ പറയാ? അപ്പൊ എന്താ പറയേണ്ടത്? നാളെ രാവിലെ 10 മണിക്ക് തരാൻ നിനക്കേ പറ്റൂ, കാരണം നീ അതിനകത്ത് എക്സ്പെർട്ടാണ്. അപ്പൊ അവനൊരു ചെറിയ സുഖം കിട്ടി, ഒരു ചെറിയ സുഖം അവന് കിട്ടി. അപ്പൊ ആദ്യത്തെ ഡയലോഗ് എന്താ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാ, അസർട്ടീവ്നെസിന്റെ പോയിന്റാ. സ്റ്റേറ്റ്മെന്റ് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ജീവിതത്തിൽ ഉപയോഗിക്കാം. ഭാര്യയോട് പറയാം, ഭർത്താവിനോട് പറയാം, മക്കളോട് പറയാം. അപ്പൊ ഏറ്റവും ആദ്യം സ്റ്റേറ്റ്മെന്റ് പറയാം, നാളെ രാവിലെ 10 മണിക്ക് റിപ്പോർട്ട് ഇടണേ. രണ്ടാമത്തെ എന്താ? നീ അതിനകത്ത് എക്സ്പെർട്ടാണ്, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോൺഫിഡൻസ് കൊടുത്തു, ഇമോഷൻ കൊടുത്തു. അടുത്ത് ലോജിക്ക്. മാത്രമല്ല ആകെ കൂടി ഒരു 2 പാരഗ്രാഫല്ലേ എഴുതാനുള്ളൂ. ലോജിക്കാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് 10 മണിക്ക് കിട്ടാൻ പ്രശ്നം ഉണ്ടാവില്ല. വീണ്ടും അടിക്കണം അവന്റെ മേത്തേക്ക്. ക്ലിയർ അല്ലേ? ആദ്യം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ഒരു ഇമോഷണൽ ടച്ച് കൊടുത്തു, ഒരു ലോജിക്കലി നമ്മൾ ഉറപ്പിച്ചു, കൺവിൻസ് ചെയ്തു. 2 പാരഗ്രാഫിന് ശേഷമുള്ളൂ, വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അപ്പൊ അവനൊരു കോൺഫിഡൻസ് ആയി. ഫൈനലി നൈസായിട്ട് അതിന്റെ ഒരു കോൺസിക്വൻസ് കൂടി പറയാം. 10 മണിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ക്ലിയർ അല്ലേ? 10 മണിക്ക് റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ പോകാൻ പറ്റില്ല കേട്ടോ. അതൊരു പ്രശ്നമാണേ. ഓർമ്മിപ്പിക്കണം അവസാനം. ചെറിയൊരു ത്രട്ട്, നൈസ് ത്രട്ടാണ്, പക്ഷെ അത് ഭംഗിയായിട്ട് പറയാം. ഈ 4 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഏത് സാധനവും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഉറപ്പാണ്, 100% ഉറപ്പ്. മാനേജേഴ്സ് മസ്റ്റായിട്ട് പരിശീലിക്കേണ്ട സാധനമാണ് അസർട്ടീവ്നെസ്. ഈ അസർട്ടീവ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് ജീവിതത്തിൽ. അപ്പൊ ബി അസർട്ടീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഓക്കെ, അടുത്തത് വെഹിക്കിള് കൈൻഡ്നെസ് ആൻഡ് എംപതിയാണ്. എംപതി ആൻഡ് കൈൻഡ്നെസ്. ഇയാളുടെ പേര് ഹോവാർഡ് ഷൂൾസ് എന്നാണ്. ഹോവാർഡ് ഷൂൾസ്. സ്റ്റാർബക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ടാവും അല്ലേ? കോഴിക്കോട് സ്റ്റാർബക്സിൽ പോയിട്ടുണ്ടോ? ബീച്ചിനടുത്തൊരു സ്റ്റാർബക്സ് ഉണ്ട്, പോയിട്ടുണ്ടോ? എന്താണ് പോയിട്ടില്ല? ഒരു ദിവസം പോ, ചെല്ലേ ഒരു ദിവസം. അപ്പൊ സ്റ്റാർബക്സ് ആദ്യം കൊണ്ടുവന്നപ്പോഴേ ബീച്ചിന്റെ അടുത്തിട്ടപ്പോ അവര് വിചാരിച്ചു ഒരാളും കയറില്ല. കാരണം എന്താ? സ്റ്റാർബക്സിൽ ചായ കുടിക്കണമെങ്കിൽ 350 രൂപ 450 രൂപയോ. അപ്പൊ അത് കാരണം ബീച്ചിന്റെ അവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബീച്ചിന്റെ അവിടെ ഇട്ടത്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ ആരും ഇല്ല, എല്ലാവരും സ്റ്റാർബക്സിലാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് സ്റ്റാർബക്സിൽ ഭയങ്കരമായ തിരക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് പുറത്തു നിന്നിട്ടാണ് ചായ കുടിച്ചത്. അത് തിരിക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. അപ്പൊ സ്റ്റാർബക്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബ്രാൻഡുകളിലൊന്നാണ്. ചായ കൊടുക്കുന്നത് 350 രൂപ 450 രൂപ റേഞ്ചിലാണ്. നമ്മളിവിടെ 20 രൂപയ്ക്ക് ചായ കൊടുക്കുന്ന നോക്കിയിട്ട് നടക്കണില്ല. അവിടെ സ്റ്റാർബക്സ് 350 രൂപയ്ക്കും 500 രൂപയ്ക്കും ചായ കൊടുക്കുന്നു. എന്താ സംഭവിക്കുന്നത്? അപ്പം ഹോവാർഡ് ഷൂൾസ് എന്ന് പറയുന്ന സ്റ്റാർബക്സിന്റെ CEO, ഹോവാർഡ് ഷൂൾസ് ആക്ച്വലി നടന്നു പോകുന്ന സമയത്ത് ഒരു കോഫിയുടെ അരോമ അയാളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അയാളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അയാൾക്ക് തോന്നി ഇത് നല്ല രസമുണ്ടല്ലോ, ഇവിടെ കുറച്ചു നേരം ഇരുന്നാലോ. അങ്ങനെ ഈ അരോമ വരുന്ന ആ സ്ഥലത്ത് അയാൾ അങ്ങ് ഇരുന്നു പോയി. അയാൾ ആ മണം കേട്ട് അയാൾ അവിടെ ആ ഒരു പലപ്പോഴും സ്മെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാരും ഫ്രാഗ്രൻസിൽ തീരെ ഫോക്കസ് ചെയ്യാത്ത ആളുകളാണ്. ഹാവ് ഫ്രാഗ്രൻസ്. നിങ്ങളുടെ ഗന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ, റിയൽ ആയിട്ടുള്ള സയന്റിഫിക് ആയ സ്റ്റഡി ഉണ്ട്, നിങ്ങളുടെ ഷോപ്പിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ there is a possibility of people standing there increases. അവിടെ ആളുകൾ നിൽക്കാനുള്ള സാധ്യത കൂടുന്നു, സമയം കൂടും. ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ ഫ്രാഗ്രൻസ് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ഈ അരോമ ഇയാളെ പിടിച്ചിരുത്തി. ഇയാൾക്ക് തോന്നി ഈ അരോമ എല്ലായിടത്തും കൊടുക്കുകയാണെങ്കിൽ ആളുകൾ ചുമ്മാ വന്നിരിക്കില്ലേ. അപ്പൊ അയാൾ കൊടുത്തത് എന്താ? സ്റ്റാർബക്സ് കൊടുത്തത് എന്താ? കാപ്പിയല്ല, ചായയല്ല, ഒരു ആംബിയൻസ് ആണ്, ഒരു എക്സ്പീരിയൻസ്. സോ പല സാധനങ്ങളും നമ്മൾ വിചാരിക്കുന്ന ബിസിനസ് അല്ല ചെയ്യുന്നേ. ദേ ആർ പ്രൊവൈഡിങ് എൻ എക്സ്പീരിയൻസ്, നോട്ട് ചായ.
ചായക്ക് 20 രൂപയുള്ളൂ. എക്സ്പീരിയൻസിന് എന്തുണ്ട്? 500 രൂപയുണ്ട്. അവിടെ വ്യത്യാസം. എക്സ്പീരിയൻസിന് 500 രൂപ, ചായക്കല്ല നമ്മൾ കൊടുക്കുന്നത്. വി ഗെറ്റ് എൻ എക്സ്പീരിയൻസ്. വി ഫീൽ ദാറ്റ് നമ്മൾ ഈ സ്റ്റാർബക്സിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കൂടി അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫീലാണ്. എന്നിട്ട് നമ്മളൊരു സെൽഫി എടുത്ത് ഇടുകയും ചെയ്യും ചിലപ്പോൾ സ്റ്റാർബക്സിൽ. റോക്കിംഗ് അറ്റ് സ്റ്റാർബക്സ്. കാരണം എന്താണ്? കാരണം സ്റ്റാർബക്സിന് ഒരു ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ കൂടെ കൂട്ടിക്കെട്ടിയാൽ ആ ബ്രാൻഡ് ഉമ്മക്കും കിട്ടിയാലോ? ഇതല്ല അതിന്റെ കളി അല്ലേ? അങ്ങനെയല്ലേ? അപ്പോഴല്ലേ നമ്മൾ സെൽഫി എടുക്കുന്നത്. അല്ലെങ്കിൽ ആരാണ് സെൽഫി എടുക്കുന്നത്? അപ്പൊ അവിടെ പോയി ആരായി സ്റ്റാർബക്സിന്റെ അംബാസിഡർ? ഹവാർഡ് ഷൂൾസിനെ നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ നമ്മുടെ കൂട്ടുകാരനായ ഷിജുവിനെ നമുക്കറിയാം. ഷിജു ആണ് അംബാസിഡർ. അപ്പോ ഷിജു അല്ലേ അംബാസിഡർ? നമ്മുടെ കൂട്ടുകാരൻ ഷുക്കൂർ അല്ലേ നമ്മുടെ അംബാസിഡർ? ആർക്ക്? സ്റ്റാർബക്സിന് വേണ്ടിയിട്ട് അംബാസിഡർ ആയിട്ട് നമ്മുടെ കോട്ടയ്ക്കുള്ള ഷുക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ അറിയാതെ ബ്രാൻഡുകളുടെ അംബാസിഡർമാരാക്കി മാറ്റുകയാണ് ബ്രാൻഡുകൾ നമ്മളെ, ബൈ പ്രൊവൈഡിങ് എക്സ്പീരിയൻസ്. അവിടെയാണ് ഞാൻ കണക്ട് ചെയ്യുന്ന വിഷനിലേക്ക്. വെൻ യു ഹാവ് വിഷൻ, വെൻ യു ഹാവ് എ സ്ട്രോങ് വിഷൻ. പലപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് ബിസിനസ്സുകൾ വിജയിക്കുന്നില്ല കേരളത്തിൽ, ഇന്ത്യയിൽ. ഞാൻ പറയും, ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണെങ്കിൽ ഞാൻ പറയും, ബിക്കോസ് യു ലാക്ക് എ പ്രോപ്പർ വിഷൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി വിജയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അല്ല ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണല്ലോ സാറേ വിജയിക്കാതെ പോയത്, ഐഡിയ ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ സാറേ വിജയിക്കാതെ പോയത്, ടീം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണല്ലോ സാറേ വിജയിക്കാതെ പോയത്. അല്ല, അല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ വിഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അത് വിജയിക്കാതെ പോയത്. ഐ ബെറ്റ് യു. വിഷൻ ഈസ് വെരി മച്ച് ഇൻടാഞ്ചിബിൾ. പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. സക്സസ്ഫുൾ ആയിട്ട് 1000 കോടി ചെയ്തിട്ടുള്ള ചിലപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരനെ വിളിച്ച് ചോദിച്ചാലേ വാട്ട് ഈസ് യുവർ വിഷൻ എന്ന് ചോദിച്ചാൽ പുള്ളി പറയും, അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് വിഷനുള്ള കാര്യം. ശരിയല്ലേ? ആണോ അല്ലയോ? അയാൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ അയാൾക്ക് വിഷനുണ്ട്. അയാൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അയാൾക്ക് വിഷൻ ഉണ്ടായിരുന്ന കാര്യം അയാൾ പോലും അറിഞ്ഞില്ല. കാരണം അത് അലിഞ്ഞു ചേർന്നിരിക്കുക. When you have vision, it drives you. നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഡ്രൈവ് ചെയ്യും. എങ്ങോട്ട്? എവിടേക്ക് വേണമെങ്കിൽ. നമ്മൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പോർട്സ് ബ്രാൻഡ് ആവാൻ, അല്ലെങ്കിൽ സ്പോർട്സ് അപ്പാരൽ ബ്രാൻഡ് ആവാൻ തീരുമാനിച്ചു എന്ന് വെച്ചോ. ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്പോർട്സ് അപ്പാരൽ ബ്രാൻഡ് ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈക്കി. നൈക്കി നമുക്കറിയാവുന്ന ബ്രാൻഡാ അല്ലേ? നൈക്കി, നൈക്കി എന്നാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. നൈക്കല്ല, നൈക്കി. നൈക്കി എനിക്ക് ഒരു വിഷൻ ഉണ്ട്, വിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വി ഇൻസ്പയർ, വി ട്രൈ ടു ഇൻസ്പയർ എവറി അത്ലറ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലുള്ള എല്ലാ അത്ലറ്റുകളെയും ഇൻസ്പയർ ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് നൈക്കി പറയുന്നു. എന്നിട്ട് അവര് ബ്രാക്കറ്റിലിടുന്നു, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എൻ അത്ലറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് നൈക്കിയുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ നിങ്ങളൊരു നൈക്കി സ്റ്റോറിലേക്ക് പോയിട്ട് ഒരു നൈക്കി ഷൂ ഇടുന്ന സമയത്ത് നിങ്ങളൊരു സാധാരണ ഷൂ ഇടുന്ന ഫീലാണോ നിങ്ങൾക്ക് ആക്ച്വലി ഉണ്ടാവുന്നത്? അല്ല, നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഞാൻ എന്തോ സംഭവമായി. ഒന്ന് ഓടി നോക്കിയാലോ. നൈക്കി ഷൂ റണ്ണിങ് ഷൂസാ കൂടുതലും കൊടുക്കുന്നത്, അല്ലെ വാക്കിംഗ് ഷൂസാ കൊടുക്കുന്നത്, സ്പോർട്സ് ഷൂസാ കൊടുക്കുന്നത്. നൈക്കി ഷൂസ് ഇട്ടിട്ട് എല്ലാ ആൾക്കാരും വെറുതെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി നോക്കും. They make you an athlete. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു അത്ലറ്റ് ആക്കി മാറ്റാനുള്ള വിഷൻ ഉണ്ട് നൈക്കിക്ക്. ദാറ്റ് ഈസ് കോൾഡ് എ വിഷൻ. അതിനെ വിഷൻ എന്ന് പറയുന്നേ. സ്പോർട്സിന്റെ കാര്യം പറയുമ്പോൾ വി ഹാവ് ഡിക്കാത്ലോൺ. ഡിക്കാത്ലോൺ കണ്ടിട്ടില്ലേ? പോയിട്ടില്ലേ? ഡിക്കാത്ലോൺ ഫ്രഞ്ച് കമ്പനി. ഡിക്കാത്ലോൺ എന്താ ചെയ്യുന്നേ? They have a tagline, wonderful tagline I would say. All for sports and sports for all. എല്ലാവരും സ്പോർട്സിന് വേണ്ടി, സ്പോർട്സ് എല്ലാവർക്കും വേണ്ടി. എന്ത് മനോഹരമായ ടാഗ് ലൈനാ! കാരണം എന്താ? നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത പല ബോളുകളും നമ്മൾ കണ്ടത് അവിടെ പോയപ്പോഴാണ്. കാരണം എന്താ? നമ്മൾ റഗ്ബി ഫുട്ബോൾ കണ്ടിട്ടില്ല, നമ്മൾ സോഫ്റ്റ് ബോൾ കണ്ടിട്ടില്ല, നമ്മൾ വാട്ടർ പോളോ കളിക്കുന്ന ബോൾ കണ്ടിട്ടില്ല, നമ്മൾ സെപ്പക് തക്രോ കളിക്കുന്ന ബോൾ കണ്ടിട്ടില്ല. നിങ്ങൾ അവിടെ പോയാൽ കാണാം. അതൊരു എക്സ്പീരിയൻസാ. നിങ്ങളത് പിടിച്ചു നോക്കി, തട്ടി നോക്കി, കൊള്ളാം, നല്ല രസമുണ്ട്. റോളർ സ്കേറ്റിംഗ് ചെയ്തിട്ടില്ല, ആ ഷൂ ഇട്ട് നോക്കി 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കി, കൊള്ളാം. എത്രയോ കുട്ടികൾ പരിശീലനത്തിന് ഏർപ്പെട്ടിരിക്കുക ഇപ്പോ. ശരിയാണോ?
നമുക്ക് അറിയണ്ടായിരുന്നില്ല പണ്ട് ഈ ഓരോ പരിപാടിക്ക് ഓരോ ജേഴ്സിയാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് ഒറ്റ ജേഴ്സി ഉണ്ടായിരുന്നുള്ളൂ പണ്ട്, ഒരു ജേഴ്സി. ടെക്കാത്തലം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബാഡ്മിന്റൺ ഒരു ജേഴ്സി, ടെന്നീസിന് വേറെ ജേഴ്സി, ഫുട്ബോൾ കളിക്കും പോയാ പറ്റില്ല, ഫുട്ബോൾ കളിക്കുമ്പോ വേറെ ജേഴ്സി, ഹോക്കി കളിക്കുമ്പോ അതിന് വേറെ ജേഴ്സി. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാ ആദ്യമായിട്ടാണ് നമ്മള്. ഞാൻ എനിക്കുണ്ടായവരെ ഇപ്പം പറയാം, ബാഡ്മിന്റൺ കളിക്കാൻ പോയ പണ്ട് ബാഡ്മിന്റൺ കളിക്കാനായിട്ട് ഈ ഡെക്കാത്തലം വന്ന സമയത്ത് ഞങ്ങൾ ബാഡ്മിന്റൺ മേടിക്കാൻ ഞങ്ങൾ ബ്രഹ്മേന്ന് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ബാഡ്മിന്റൺ റാക്കറ്റ് മേടിക്കാൻ പോയി. റാക്കറ്റ് മേടിക്കാൻ പോയപ്പോൾ നമുക്ക് ബാഡ്മിന്റനെ കുറിച്ച് കാര്യമായ ധാരണയില്ല. അങ്ങനെ എല്ലാം ഇങ്ങനെ കിടക്കണം, ഒരു റോയില് മൊത്തം റാക്കറ്റ് കിടക്കാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു റാക്കറ്റ് എടുത്തു. റാക്കറ്റ് നല്ല ഭാരമുണ്ട്, നല്ല വെയിറ്റ് ഉള്ള നല്ല സ്ട്രോങ് സാധനം, ഇതന്നെ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ വില കുറവാണ്, 600 രൂപയുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ 5999 രൂപയുടെ ഒരു സാധനം ഉണ്ട് അവിടെ അപ്പുറത്ത്, ഭയങ്കര ഒരു പൂ പോലത്തെ ഒരു സാധനം, തീരെ വെയിറ്റ് ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് എന്താണത്, നമ്മൾ ഈ സ്റ്റീൽ പാത്രം മേടിക്കുന്ന പോലെയാണ്, നമ്മൾ നല്ല ഭാരം ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഒരു പയ്യൻ അവിടേക്ക് വന്നു, ഈ യൂണിഫോം ഇട്ടിട്ടുള്ള ഡെക്കാത്തലിന്റെ യൂണിഫോം ഇട്ടിട്ടുള്ള. സാർ ബിഗിനർ ആണല്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ബിഗിനർ ആണെന്ന് പിന്നെ എങ്ങനെ മനസ്സിലായി? അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാർ ഇത് പിടിച്ചതിനെ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അതായത് പിടിക്കുന്നതിന് ഒരു സ്റ്റൈലുണ്ട്, ബിഗിനർ ആണെങ്കിൽ എങ്ങനെ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ തരത്തിൽ പിടിക്കുന്നത്, ഗ്രിപ്പൊക്കെ വേറെയാണ്. അപ്പൊ ഞാനോട് ചോദിച്ചത് എങ്ങനെ പിടിക്കുക, അപ്പോഴാണ് അവൻ ഇതിന് ഗ്രിപ്പുണ്ട്, ബാഡ്മിന്റൺ റാക്കറ്റ് പിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, എന്നാലേ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ എന്നാലേ ബാക്ക് ഹാൻഡ് കളിക്കാൻ പറ്റൂ. ഇങ്ങനെ പല സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രിപ്പ് ഒരു പ്രത്യേക തരത്തിലാണ്. മാത്രമല്ല അവൻ എന്നോട് പറഞ്ഞു, സാർ ഇത് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ 2 ആഴ്ചക്കുള്ളിൽ സാറിന്റെ റിസ്റ്റിന് പണി കിട്ടും, ഇത്രയും ഭാരമുള്ള റാക്കറ്റ് പിടിച്ചാൽ. അപ്പൊ എന്ത് ചെയ്യണം സാർ, അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അവൻ എനിക്കൊരു സാധനം തന്നു, 1999 രൂപയുടെ റാക്കറ്റ്. ഇത് കുഴപ്പമില്ല സാർ, ഒന്ന് ട്രൈ നോക്കിക്കോളൂ. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല ലൈറ്റാണ്, അത്യാവശ്യം സംഭവം കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു പൊട്ടു? ഇല്ല, വേറെന്തോ ഗ്രാഫൈറ്റോ എന്തോ സാധനം വെച്ചിട്ടുണ്ടാക്കിയതാണ്, പൊട്ടില്ല. ആക്ച്വലി എന്താ സംഭവിച്ചത്, വെറും 699 രൂപയുടെ സാധനം മേടിക്കുമായിരുന്ന എന്നെ 1999 രൂപയുടെ റാക്കറ്റിലേക്ക് മാറ്റിയത് അവന്റെ ഇടപെടലാണ്. ശരിയാണോ അല്ലയോ? അല്ലേ? അത് പക്ഷെ മനോഹരമായ ഒരു ഇടപെടലാണ്. എന്തിടപെടലാ? എനിക്കൊരു വാല്യൂ തന്നുകൊണ്ട്, എന്നെ മനസ്സിലാക്കി തന്നുകൊണ്ട്, എൻ്റെ പെയിൻ മനസ്സിലാക്കി, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി സെല്ല് ചെയ്തപ്പോൾ എനിക്ക് എന്ത് തോന്നി? ഇത് കറക്റ്റ് ഇടപെടലാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ മേടിച്ചു. ശരിയാണോ? ഇത് വിഷന്റെ ഭാഗമാണ്. കാരണം എന്താ? എന്താ വിഷൻ? ഓൾ ഫോർ സ്പോർട്സ്, സ്പോർട്സ് ഫോർ ഓൾ. ബാഡ്മിന്റൺ അറിയാത്ത ഒരാളെയും ബാഡ്മിന്റൺ പഠിപ്പിക്കുമ്പോഴാണ് എന്താവുന്നത്? ഡെക്കാത്തലൻ ആവുന്നത്. ക്ലിയർ അല്ലേ?